രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉണ്ടാവുന്ന ക്ഷീണം, അല്ലെ വയറ് സ്തംഭനം, വയറിന് ചില സമയത്ത് റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന പെയിന്, ബുദ്ധിമുട്ട്, ചില വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പൊതുവെ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടായിട്ടാണ് ജനങ്ങൾ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പോൾ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുമുണ്ട്. ഇനിയിപ്പം ഇല്ലെങ്കിൽ പ്രധാനമായിട്ട് 2-3 കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അസിഡിറ്റി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് വെള്ളം കൂടി കുറയുമ്പോൾ. ഈ അസിഡിറ്റി കുറയുമ്പോൾ അതെങ്ങനെ വയറായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, കൂടുതലായിട്ട് നല്ല ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അതുപോലെ ചെസ്റ്റിനൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും, നെഞ്ഞത്ത് എന്തോ കുടുങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും, പുളിച്ചു തീറ്റലുണ്ടാവും. ഇതൊക്കെയാണ് അസിഡിറ്റിയുടെ, അതായത് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുക, അല്ലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീർത്ത് കിടക്കുക, അതൊക്കെയാണ് അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രയാസവും ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എവിടെയാണ്? നമ്മൾ അംബലിക്കൽ കോഡിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ചെസ്റ്റിൽ, അതായത് നമ്മുടെ പൊക്കിളിൻ്റെ തൊട്ട് മുകളിലും അതുപോലെ ചെസ്റ്റിലേക്കും നെഞ്ഞത്തേക്കാണ് ഇത് പ്രധാനമായിട്ടും അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ അസിഡിറ്റിയുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ വെള്ളം കൂടി കുറയുമ്പോൾ, രാത്രി വെള്ളം കൂടി കുറയുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മൾ വെള്ളം കൂടി കുറച്ച് കുടിക്കുന്ന ഒരാളാണെങ്കിൽ മോർണിംഗിൽ എന്താവും? ഡ്രൈ മൗത്ത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ദഹനമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്? വെള്ളം ഡൈജഷന്, ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈമിൻ്റെ പ്രൊഡക്ഷനൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ 2 കാരണങ്ങളും ഇല്ല എങ്കിൽ, ഈ പറഞ്ഞ 2 കാരണങ്ങൾക്കുപരി, അല്ലെങ്കിൽ ഈ 2 കാരണങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഇതില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ക്ഷീണം, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ വലതുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ വാരിയലിൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ട്, വലതുഭാഗത്ത് വാരിയൽ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു കനം പോലെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ സിവിയർ അല്ലാത്ത ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വേദന, വയറ് വീർത്ത് കിടക്കുന്ന ഒരവസ്ഥ, കഠിനമായിട്ടുള്ള ക്ഷീണം, ഫുഡ് കഴിക്കുന്നതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. മീൻസ് ഇത് മറ്റേ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ എന്താണ്? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും. ഉദാഹരണത്തിന് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ കൂടും. പക്ഷേ ഈ ഫാറ്റി ലിവർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ തരത്തിലുള്ള യാതൊരു ഫുഡുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടാവില്ല. ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് ചെസ്റ്റും വയറിന് മേലെയാണ്, പക്ഷെ ഇതെന്താണ്? വലത് ഭാഗത്ത് വാരിയലിൻ്റെ തൊട്ട് താഴെയാണ്. പിന്നെ കഠിനമായ ക്ഷീണം ഉണ്ടാവും. ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ആൻഡ് സിംറ്റംസോട് കൂടിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തുടർന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ഉടനെ പോയിട്ട് കൺസൾട്ടിങ് ചെയ്യുക. കാരണം തുടർച്ചയായിട്ടുള്ള ക്ഷീണം വരിക, അതോടൊപ്പം വെയിറ്റ് റെഡ്യൂസിങ് ഉണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അതോടൊപ്പം യൂസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫാറ്റി ലിവറിൻ്റെതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫാറ്റി ലിവറിനതൊക്കെ തന്നെ നമ്മളിപ്പം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ അപ് ടു 2 to 3 months കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് റിവേഴ്സിബിൾ ആണ്. വേറൊരു അസുഖം പോലെയല്ല ലിവറിൻ്റെ കംപ്ലയിൻസ്. കാരണം നമുക്കറിയാം ലിവർ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ലിവർ വീണ്ടും ഉണ്ടായി വരുന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ലിവർ. ചെറിയ പീസാണെങ്കിലും എന്ത് ചെയ്യും? വീണ്ടും അത് നോർമൽ സ്റ്റേജിലേക്ക് വളർന്നു വരും. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും സ്റ്റേജസ് അപ് ടു 2 വരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 to 3 months ഉണ്ട്. ആ സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ നിർബന്ധമായി ഫോളോ ചെയ്യേണ്ടതാണ്. മിനിമം ഇപ്പോൾ ഉള്ള വെയിറ്റിനേക്കാൾ ഒരു 10 to 50%, ഇപ്പോൾ 100 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ട് 10 മുതൽ 15 കിലോ നിർബന്ധമായിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കേണ്ടതാണ്. അതോടൊപ്പം രാത്രി വൈകിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കണം. ഈ പറഞ്ഞ സ്പൈസി ആയിട്ടുള്ളതും പിന്നെ ഈ പറഞ്ഞ ഹൈ കലോറിക് ഫുഡ്, ഷുഗർ കൂടുതലുള്ള ഫുഡ് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ഭക്ഷണത്തിലും ഉറക്കത്തിലും ഫിസിക്കൽ ആക്ടിവിറ്റീസും ക്രമീകരിക്കുന്നവർ തന്നെ നമുക്ക് ലിവറിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പറഞ്ഞ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ പ്രയാസം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി, അല്ല എൻ്റെ പ്രയാസം ഫാറ്റി ലിവർ കൊണ്ടാണെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ജനറലായിട്ട് നേരത്തെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകൾ കാണാറുള്ളത് ഈ പറഞ്ഞ പിന്നെ ഡൈജസ്റ്റീവ് വീക്ക്നെസ് ഉള്ള ചില കേസുകളിൽ ഈ പറഞ്ഞ കയ്പ്പരസം, കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷെ ആ പറഞ്ഞ കയ്പ്പരസം ഉള്ളതിനൊന്നും എന്തുണ്ടാവില്ല? റൈറ്റ് സൈഡിൽ പെയിൻ ഉണ്ടാവില്ല. റൈറ്റ് സൈഡിൽ പെയിനോട് കൂടിയിട്ട് ഈ പറഞ്ഞ കയ്പ്പരസം ഈ ബാഡ് ബ്രീത്തുള്ള പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. തുടർച്ചയായിട്ട് കഫിൻ്റെ പ്രയാസമുള്ള ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെയൊന്നും എന്തുണ്ടാവില്ല? റൈറ്റ് സൈഡിൽ പെയിൻ ഉണ്ടാവില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ പ്രസൻസ് അല്ല. അപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ലിവറിൻ്റെ ആരോഗ്യം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കലോഞ്ചി ഓയിൽ അഥവാ കരിഞ്ജീരകത്തിൻ്റെ ഓയിലും അതോടൊപ്പം 1 ടീസ്പൂൺ തേനും, ഒരു 1/4 ടീസ്പൂൺ കലോഞ്ചി ഓയിലും 1 ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കുന്നത് ലിവറിൻ്റെ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുകയും, കലോഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. അതോടൊപ്പം ഗ്രോത്തിൻ്റെ ഗ്രോത്തിനെയും നോർമൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങൾ കുറക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ നമ്മൾ ക്രമീകരിക്കും. LFTയും അതോടൊപ്പം തന്നെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ റൂട്ട് ഓഫ് കോസ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വരാത്ത രൂപത്തിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.